വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഭരതർ ഐക്യ സംഘം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. മൂതാക്കര ഇടവക വികാരി ഫാദർ ജോസഫ് ഡെറ്റോയും ചിന്നക്കട ഇടവക വികാരി ഫാദർ അരുൺ ജെ ആറാടനുമാണ് മാർച്ചും ധർണയും നയിച്ചത്. കൊല്ലം ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. 2016 ശേഷമുള്ള നിയമ യുദ്ധത്തിന്റെ ഒടുവില് സർക്കാർ യന്ത്രങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ഗതികെട്ടിട്ടാണ് ഈ പൊരുവെയിലത്ത് ഈ ധർണയ്ക്കായിട്ട് ഈ മനുഷ്യർ വന്നിരിക്കുന്നത്. തങ്ങൾ വരുത്തിയ തെറ്റ് അത് തിരുത്തുവാൻ തയ്യാറാവാത്ത ധാർഷ്ട്യ മനോഭാവം പാവങ്ങളായ മനുഷ്യരോടെടുക്കുമ്പോ അത് അനീതിയും ക്രൂരതയുമാണ്. അതോടൊപ്പം പ്രത്യേക തരത്തില് പാവപ്പെട്ടവരെ ഉന്മൂലനം ചെയ്യുവാനുള്ള കുൽസിത പദ്ധതികളുടെ ഒരു അംശം മാത്രമാണ്. NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തി. തീരദേശത്തെ മത്സ്യത്തൊഴിലാളി സമൂഹം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗമായി മാറി തീർന്നിട്ടുള്ളവർ. അതാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്താകാം, ആലപ്പുഴയിൽ കൊടുക്കാം, കണ്ണൂരിൽ കൊടുക്കാം, കൊല്ലം ജില്ലയിൽ മാത്രം അത് കൊടുക്കില്ല എന്ന് പറയുന്നത് എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. 2016 ശേഷമാണ് ഈ പുതിയ പ്രതിഭാസം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഇന്ന് ജില്ലാ കളക്ടറേറ്റിന് മുമ്പാകെ ഈ സമരം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കാൻ മുന്നറിയിപ്പ് എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിഭാഗത്തെ നിയമാനുസൃതമായിട്ടുള്ള ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശം ലഭിക്കാൻ അർഹതപ്പെട്ട ഈ ഭരതർ ക്രൈസ്തവ സമൂഹത്തെ തീരദേശ മേഖലയിലെ പാവപ്പെട്ട മീൻപിടുത്തക്കാരായ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അവരുടെ വരുന്ന തലമുറയുടെ ഭാവിയെ തകർക്കാനാണ്. അഡ്വക്കേറ്റ് S. ബിന്ദുകൃഷ്ണ, ഫാദർ രാജേഷ് മാർട്ടിൻ, ഫാദർ ജോസ് നെറ്റോ, ഫാദർ അമൽരാജ്, കൌൺസിലർ ജോർജ് D. കാട്ടിൽ, മുൻ കൌൺസിലർമാരായ റോബിൻ, ബെർലിൻ ഫ്രാൻസിസ്, മത്സ്യത്തൊഴിലാളി പ്രതിനിധി ജെയിംസ് എന്നിവർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിതമായ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യയുടേത്. ആ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി എന്നുള്ളതാണ്. ആ തുല്യനീതി ലാക്കാക്കി അല്ലെങ്കിൽ തുല്യനീതി അടിസ്ഥാനമാക്കി വിശേഷിച്ച് ഏതെങ്കിലും തരത്തിൽ അവശ വിഭാഗത്തിൽപ്പെട്ടവരെ സാമൂഹിക മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് സംവരണമടക്കമുള്ള സാഹചര്യങ്ങൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് സാമൂഹിക പരിസ്ഥിതിയിൽ സംരക്ഷണം കുറയുമെന്ന് തോന്നിയപ്പോ ന്യൂനപക്ഷ സംരക്ഷണത്തിനടക്കം വകുപ്പുകൾ എഴുതി ചേർത്ത കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ താമസിച്ചു വരുന്ന ഭരതർ ക്രിസ്ത്യൻ സമുദായത്തിന് വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന ജാതി സർട്ടിഫിക്കറ്റ് 2016 ശേഷം കൊല്ലം ജില്ലയിൽ മാത്രം ലഭിക്കുന്നില്ലെന്നാണ് സമരക്കാരുടെ മുഖ്യ പരാതി. ന്യൂസ് ബ്യൂറോ, കൊല്ലം ന്യൂസ്.